Today we are going to discuss about theatres. ഇപ്പോൾ കേരളത്തിൻ്റെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ട്രഡീഷണൽ ആർട്ട് ഫോംസ് ആയാലും ഫോക്ക് ആർട്ട് ഫോംസ് ആയാലും അതിനൊരു റിച്ച് ലെഗസി തന്നെയുണ്ട്. ആൻഡ് തിയേറ്റർ എന്ന് പറയുന്നത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആർട്ട് ഫോമാണ്. ഇപ്പോൾ ട്രഡീഷണൽ തിയേറ്റർ എടുക്കുകയാണെങ്കിൽ കൂടിയാട്ടം, കഥകളി ആൻഡ് ഫോക്ക് ആർട്സിൽ കക്കരശ്ശി നാടകം, ചവിട്ട് നാടകം ഇതെല്ലാം തിയേറ്റർ ഫോംസ് ആണ്. പക്ഷേ 20th സെഞ്ച്വറിയിലോട്ടൊക്കെ എത്തുമ്പോഴത്തേക്കും ഒരു മേജർ ട്രാൻസ്ഫോർമേഷനാണ് കേരള തിയേറ്ററിൽ ഉണ്ടാകുന്നത്. അതിൽ it becomes a tool for social emancipation and for spreading political messages. Social emancipation, political messages spread ചെയ്യാനുള്ളൊരു ടൂളായിട്ടാണ് തിയേറ്റർ മാറുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ പ്ലേസ് എ മേജർ റോൾ ഇൻ കേരള സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ്. 20th സെഞ്ച്വറിയിലെ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ലൈഫിലും ഒരു മേജർ റോള് തിയേറ്റർ പ്ലേ ചെയ്യുന്നുണ്ട്. ഈ 20th സെഞ്ച്വറി തിയേറ്ററിനെ ഇൻഫ്ലുവൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് വെസ്റ്റേൺ ഡ്രാമ, സോഷ്യലിസ്റ്റ് തോട്ട്സ് ആൻഡ് നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ്സ്. ആൻഡ് ഈ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് തന്നെ ഈ ഡ്രാമാസിൽ സോഷ്യൽ ഇഷ്യൂസ്, പൊളിറ്റിക്കൽ സ്ട്രഗിൾസ് ആൻഡ് ക്ലാസ് കോൺഫ്ലിക്ട്സ് പോലെയുള്ള തീംസ് ആണ് അഡ്രസ്സ് ചെയ്തിരുന്നത്. VT ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്നും അരങ്ങിലേക്ക് എന്ന് പറയുന്ന പ്ലേ ആണ് ദ ഏർലിയസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ വർക്ക് ഇൻ മോഡേൺ മലയാളം തിയേറ്റർ. ആൻഡ് ഈ ഒരു പ്ലേയോട് കൂടിയാണ് റിഫോമിസ്റ്റ് തിയേറ്ററിന് ഒരു ബിഗിനിങ് ഉണ്ടാകുന്നത്. പിന്നെയും ഒരുപാട് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ മെസ്സേജസ് കൊണ്ടുവരുന്ന മോഡേൺ പ്ലേസ് ഉണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് പട്ടബാക്കി ബൈ K. ദാമോദരൻ, നമ്മളൊന്ന് ബൈ ചെറുകാട് ആൻഡ് കൂട്ടുകൃഷി ബൈ ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ആൻഡ് ഈ പ്ലേസ് എല്ലാം കേരളത്തിൽ മൊത്തത്തോടെ വൈഡ്ലി പെർഫോം ചെയ്തിരുന്നു. ഈ മോഡേൺ ഡ്രാമ ടൈമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയേറ്റർ ഗ്രൂപ്പായിരുന്നു KPAC എന്ന് പറയുന്നത്. KPAC എന്ന് പറഞ്ഞാൽ കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്. അപ്പോൾ ഈ ഒരു തിയേറ്റർ ഗ്രൂപ്പ് ഫോം ചെയ്തത് 1950s ബൈ ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ ഈ ഒരു തിയേറ്ററിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐഡിയോളജീസ്, അവയർനെസ് ആൻഡ് സോഷ്യൽ ഇമാൻസിപ്പേഷൻ ബേസ് ചെയ്തിട്ടുള്ള മെസ്സേജസ് ഒക്കെ സ്പ്രെഡ് ചെയ്യാനുള്ളൊരു മീഡിയമായിരുന്നു KPAC എന്ന് പറയുന്ന തിയേറ്റർ ഗ്രൂപ്പ്. ആൻഡ് ദേ ഓൾസോ കോൺട്രിബ്യൂട്ടഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് തിയേറ്റർ ആൻഡ് പെർഫോമിംഗ് ആർട്സ്. അപ്പോൾ തിയേറ്ററിനും പെർഫോമിംഗ് ആർട്സിനും അവരുടെ ഐഡിയോളജീസ് സ്പ്രെഡ് ചെയ്യാനായിരുന്നെങ്കിൽ പോലും ഇതൊരു സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ഈ ഒരു തിയേറ്റർ ഡെവലപ്മെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവരുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് കോമൺ പീപ്പിളിൻ്റെ ഇഷ്യൂസ് ആണ്. ആൻഡ് ദേ ഹൈലൈറ്റഡ് ദ തീംസ് ഓഫ് സോഷ്യൽ ഇൻജസ്റ്റിസ്, ക്ലാസ് സ്ട്രഗിൾസ്, പൊളിറ്റിക്കൽ ഒപ്രഷൻ, ഇങ്ങനെയുള്ള തീംസ് ആണ് കൂടുതലും ഹൈലൈറ്റ് ചെയ്തത്. ആൻഡ് ദിസ് ബിക്കേം എ ടൂൾ ഫോർ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ. ആൻഡ് 1951 ഇവരുടെ ഫസ്റ്റ് ഡ്രാമ സ്റ്റേജ് ചെയ്യുന്നത്. ആ ഡ്രാമയുടെ പേരെന്ന് പറയുന്നത് മകനാണ് ശരി. ദെൻ ഇൻ 1952 അവരുടെ പാത്ത് ബ്രേക്കിംഗ് പ്ലേ ആയിട്ടുള്ള നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, റിട്ടൺ ബൈ തോപ്പിൽ ബാസി, അത് പുറത്ത് വരുന്നുണ്ട്. ആൻഡ് ഇത് ഹൈലൈറ്റ് ചെയ്തിരുന്നത് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജീസും വർക്കേഴ്സിൻ്റെ സ്ട്രഗിളിനെയൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടായിരുന്നു നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന ഈ ഒരു പ്ലേ പുറത്ത് വന്നത്. മുടിയനായ പുത്രൻ, പ്രളയം, ഇങ്ങനെയുള്ള മറ്റ് അതർ ഫേമസ് പ്ലേസും ഉണ്ട്. ആൻഡ് മലയാളം ഫിലിമിനെയും ഈ പ്ലേസ് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്ലേസ് ഫിലിം ഫോമിലോട്ട് വന്നിട്ടുണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് മുടിയനായ പുത്രൻ, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, തുലാഭാരം പോലെയുള്ള ഫിലിംസ്.